കേരളത്തിലെ ഒരു MLA, ഒരു MP, ഇവരെ രണ്ടുപേരെയും ആ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് കണി കാണാൻ പോലും കിട്ടാറില്ല. ആ ഒരു MP എന്ന് പറയുന്നത് 4 തവണയായിട്ട് ജയിച്ചു നിൽക്കുകയാണ്. MLA 2 തവണയായിട്ട്. MLAയും ആയാലും MP ആയാലും ആ മണ്ഡലം ഉടനീളം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വേണ്ടത്. ശരിയായ രാഷ്ട്രീയ പ്രവർത്തകനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസ്റ്റ് മറിഞ്ഞ് വീണാലും അവിടെ എത്തിയിരിക്കും. അതാണ് MLA ആയാലും MP ആയാലും. ഇപ്പോൾ നോക്കിക്കേ, കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ എന്ന MP, അദ്ദേഹത്തിൻ്റെ MP ഫണ്ട് മുഴുവൻ വേണ്ട തരത്തിൽ അവിടെ വിനിയോഗിക്കുന്നു. മികച്ച പാർലമെൻറ്റേറിയൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും NK പ്രേമചന്ദ്രനുമായിട്ട് വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നു. പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ പ്രേമചന്ദ്രൻ്റെ വാക്കുകൾക്ക് വേണ്ടി മോദി കാതോർത്തിരിക്കുന്നു. അതൊരു MPക്ക് കിട്ടുന്ന വലിയ കാര്യമല്ലേ? കേരളത്തിൽ അങ്ങനെ മികച്ച പാർലമെന്റേറിയന്മാരായി മാറി പ്രധാനമന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള വേറെ MPമാരുമുണ്ട്. കോട്ടയത്ത് നിന്ന് സുരേഷ് കുറുപ്പ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ MP ആയിരുന്ന ഡോക്ടർ A നീലലോഹിതദാസൻ നാടാർ. അദ്ദേഹത്തിന് ഹിന്ദി നന്നായി അറിയാം. ഹിന്ദിയാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് തന്നെ. നിരവധി MA ബിരുദധാരിയായിട്ടുള്ള ഒരാളാണ് നീലലോഹിതദാസൻ നാടാർ. മികച്ച പാർലമെന്റേറിയൻ. വടകരയിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള KP ഉണ്ണികൃഷ്ണൻ MP. KP ഉണ്ണികൃഷ്ണൻ ജീവിച്ചിരിക്കുകയല്ലേ? KP ഉണ്ണികൃഷ്ണന് ഏറ്റവും ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട പാർലമെന്റേറിയൻ ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നു, അതൊക്കെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേറെ കുറേ MPമാരുണ്ട്. A റഹീം, ജോൺ ബ്രിട്ടാസ്, ആൾക്കാരെ ഭയപ്പെടുത്തുന്ന, മോദിയുടെ ഫാസിസത്തെ ഞാൻ തകർക്കും, മോദിയെ തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന 2 പേരാണ് A റഹീമും ജോൺ ബ്രിട്ടാസും. പൊട്ടാസിൽ ഒരു ഇട്ടായുണ്ട്, അതുപോലെയാണ് ജോൺ ബ്രിട്ടാസിലും ഒരു ഇട്ടായുണ്ട്. അട്ടിമറിയിലും ഒരു ഇട്ടായുണ്ട്. അതുപോലൊക്കെ ഉള്ളൂ അവർ 2 പേരും. ഓടെ ഈ കേരളത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു MLA ഒരു MP എന്നുള്ളത്. നമുക്ക് അവരിലേക്ക് വരാം. തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച് 4ാം തവണയും ജയിച്ചു നിൽക്കുന്ന ഒരു മാന്യദേഹമാണ് ഡോക്ടർ ശശി തരൂർ എന്ന വിശ്വപൗരനായിട്ടുള്ള ഡൽഹി നായർ. ഡോക്ടർ ശശി തരൂർ നായർ എന്ന് പെരുന്നയിലെ മൂത്ത നായര് തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. നല്ല 1ാം തരം നായരാണ്, ചെവി പൂടയുമുണ്ട്. അപ്പോൾ അംഗീകൃത നായരാണ്. അംഗീകൃത നായർ എന്നുള്ള ബോർഡും കഴുത്തിൽ തൂക്കിയിട്ട് തെക്ക് വടക്ക് നടക്കും. തിരുവനന്തപുരത്ത് വല്ലപ്പോഴും വരും. ഈ സെൻട്രൽ ട്രാവൻകൂറിലെ ഉത്സവങ്ങളിൽ എടുപ്പ് കുതിരയുണ്ട്. ഇപ്പോൾ ചെട്ടികുളങ്ങര ഭരണി, അതുപോലെ മധ്യ തിരുവിതാംകൂറിലൊക്കെ ഉള്ളതാണ് ഈ എടുപ്പ് കുതിര. കുറേ ആൾക്കാർ കൂടി ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ പോകും എന്ന് പറഞ്ഞതുപോലെയാണ് തരൂര് തിരുവനന്തപുരത്ത് വന്നാൽ ഇങ്ങനെ കുറേ കോൺഗ്രസിലെ അമൂൽ ബേബികൾ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നത് കാണും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ഈ ഒരു എടുപ്പ് കുതിരയെ പോലെയാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം. തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു പുണ്ണാക്കും ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്തെ മാലിന്യം നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരു കരാർ തൊഴിലാളി, ജോയ് എന്ന തൊഴിലാളി, അതിനകത്ത് പിടഞ്ഞ് മരിച്ചത് നമുക്കിപ്പോഴും വേദനയോടെ ഓർമ്മിക്കാൻ കഴിയുള്ളൂ. ആ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട MP ലോകത്തേതോ ഒരു കോണിലിരുന്ന് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് രോമാഞ്ചം കൊണ്ടു. പോരെ, അത് വായിച്ചുകൊണ്ട് നമ്മളും രോമാഞ്ചം കൊള്ളണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം വരുന്നത് ഏത് സമയത്താണെന്നറിയാം. തിരുവനന്തപുരത്ത് വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറ്റുകാൽ. ആറ്റുകാലെ പൊങ്കാലയും ചരിത്ര പ്രസിദ്ധമാണ്. ആ പൊങ്കാല എല്ലാ ടെലിവിഷൻ ചാനലുകളും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പോൾ അവിടുത്തെ ക്ഷേത്ര തിരുമുറ്റത്ത് ഭണ്ഡാര അടുപ്പിൽ നിന്നുള്ള തീ പകർന്നുള്ള കൊണ്ടുവന്ന്
അവിടെ പൊങ്കാല ഇടുന്ന അവസരത്തിൽ പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ പൗരപുങ്കവന്മാരെല്ലാം തന്നെ അങ്ങനെ നിൽക്കും. ഈ പൊങ്കാല കലത്തിലോട്ട് കഴുത്ത് നീട്ടി നിൽക്കും. ക്യാമറയുടെ കണ്ണുകളിലേക്കായിരിക്കും മുഴുവൻ ഇവരുടെ നോട്ടവും. കാരണം ഇത് ലോകം മുഴുവൻ കാണുന്നതല്ലേ. അക്കൂട്ടത്തിൽ കഴുത്തിലൊരു ഷാളും ചുറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട MP ഉണ്ടാകും, ശശി തരൂർ. പിന്നെ കാണുന്നത് കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ ഉണ്ടാകും. സ്ഥലം MP അല്ലേ. ഈ മാന്യദേഹം 2009 തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ വലിയ താല്പര്യമില്ലായിരുന്നു. അവർ ഉടനെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇയാൾക്ക് അദ്ദേഹത്തിന് മലയാളം അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞു, രാഷ്ട്രീയ പാരമ്പര്യമില്ല എന്ന് പറയുകയുണ്ടായി. പക്ഷേ 4 തവണയായിട്ട് ഇദ്ദേഹത്തെ ചുമക്കുകയാണ്. തിരുവനന്തപുരം അങ്ങ് ബാഴ്സലോണയാക്കും, ഇരട്ട നഗരമാക്കും എന്നൊക്കെ പറഞ്ഞു. ബാഴ്സലോണ തിരുവനന്തപുരത്തെ കണ്ട് പഠിക്കുകയാണെന്ന് തോന്നിപ്പോൾ. അതാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്ന വേളയിലും എത്തി. അങ്ങനെ തിരുവനന്തപുരത്ത് ആർക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു MLA കാര്യം ഞാൻ പറഞ്ഞത്, ഈ കൊല്ലത്ത് നിന്ന് ജയിച്ച 2016 ജയിച്ചു, 2021 കഷ്ടിച്ച് ജയിച്ചു പോയി. കോൺഗ്രസ്സുകാരുടെ പിന്നെ ഉള്ളിലെ പടലപ്പിണക്കം കാരണം CPMന്റെ സ്വതന്ത്രനായിട്ട് നിന്ന് അങ്ങ് ജയിച്ചു നമ്മുടെ ചലച്ചിത്ര പുങ്കവൻ മുകേഷ് MLA. അതിനിടയ്ക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൂടി ഒന്ന് മത്സരിച്ചു. അദ്ദേഹത്തിൻ്റെ MLA എന്നുള്ള മികച്ച പ്രകടനം കണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ഒരു ചാവേറാക്കിയതാണ് പാർട്ടി. കാരണം പ്രേമചന്ദ്രനോട് എതിരിടാൻ പറ്റിയ ഒരാൾ വേറെ ഇല്ല. അതുകൊണ്ട് ഒന്ന് പിന്നെ ഇറക്കി നിർത്തിയതാണ് CPM. പോയി നിന്ന് ചാവേറായിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട്. പ്രേമചന്ദ്രൻ്റെ അടുക്ക നിൽക്കാൻ പോലും യോഗ്യതയില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം കൂടി വരികയും ചെയ്തു. പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ തനി MP തന്നെയാണ്. ഇത് മുകേഷ് എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിലുള്ളവർക്ക് കാണാൻ കൂടെ കിട്ടുന്നില്ലെന്നാണ് അവർ തന്നെ പറഞ്ഞത്. 2ാം തവണ മത്സരിക്കാൻ ചെന്നപ്പോൾ തീരദേശ പ്രദേശത്ത് മുക്കുവ സ്ത്രീകൾ, മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ചൂലും കെട്ടെടുത്ത് ചെന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ കൊല്ലത്തുകാർക്ക് 2 തവണ അബദ്ധം പറ്റി. 2026 അവർ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടേ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ഈ തരൂർ നായർ എന്ന MPയും കൊല്ലത്തെ ഈ മുകേഷ് MLAയുമാണ് പിന്നെ ആൾക്കാർക്ക്, ജനങ്ങൾക്ക് കണ്ട് കിട്ടാത്തതായിട്ടുള്ള 2 പേര്. അപ്പം അത്യപൂർവമായിട്ടുള്ള കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ആൾക്കാരിങ്ങനെ കൗതുകത്തോടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇടയ്ക്ക് പിന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ മത്സരിച്ചു. അപ്പോഴത്തേനാണ് നമ്മുടെ പെരുന്നയിലെ പോപ്പ് പറഞ്ഞത് യഥാർത്ഥ നായരാണ്, വിശ്വപൗരനാണ്, അദ്ദേഹത്തെ ഡൽഹി നായരാണ്, നമ്മൾ അംഗീകരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്ക് തരൂരിനും പൂതി കൂടി. ഉടനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്നൊക്കെ ഒരു ആഗ്രഹം. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ സഞ്ചരിച്ച് പലരുടെയും തിണ്ണനിരങ്ങി മുഖ്യമന്ത്രിയാകാനുള്ള മോഹമൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. അതിനിടയ്ക്ക് 24 മത്സരിക്കുമ്പോൾ പറഞ്ഞു, ഇനി ഞാൻ എങ്ങും മത്സരിക്കാനില്ല, മതിയാക്കുകയാണെന്ന്. മതിയാക്കിയാൽ നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ. അപ്പം വല്ലപ്പോഴും ഒരിക്കൽ വിരിയും ഈ സൗഗന്ധിക പുഷ്പം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ വല്ലപ്പോഴും ഒരിക്കൽ മാത്രം തിരുവനന്തപുരത്ത് വരുന്ന തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം MP-യായ ഡോക്ടർ ശശി തരൂർ നായരെ ഇതാ ഒരിക്കൽ കൂടി കണ്ടെത്തിയിരിക്കുന്നു.